നവജാത ശിശു പരിചരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ. കൊച്ചി VPS ലേക്ഷോർ ആശുപത്രിയിലെ നിയോനാറ്റോളജി വിഭാഗത്തിലെ ഡോക്ടർ ഷാനു ചന്ദ്രൻ സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ന്യൂബോൺ ബേബീസിനെ സംബന്ധിച്ച് ആദ്യ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിൽ അവർക്ക് ഓരോ തവണയും പാല് കൊടുക്കുമ്പോൾ കുറച്ച് കക്കുക, വൊമിറ്റിംഗ് കോമൺ ആണ്. അതിനെ നമ്മൾ മെഡിക്കലി വൊമിറ്റിങ്ങിനേക്കാളും കൂടുതൽ അതിൻ്റെ ടേം പോസറ്റിംഗ് എന്നാണ്. അതായത് പാല് പിരിഞ്ഞോ പിരിയാതെയോ ചെറിയ എമൗണ്ടിൽ പുറത്തേക്ക് വരിക. അത് കുഞ്ഞിൻ്റെ സ്റ്റൊമക്ക് കപ്പാസിറ്റി കുറവായിരിക്കും. ഒപ്പം അവരുടെ സ്റ്റൊമക്ക് ആമാശയത്ത് നിന്ന് അന്നനാളത്തിലോട്ട് റിഫ്ലക്സ്, ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് എന്നാണ് മെഡിക്കലി പറയുന്നത്. അതിൻ്റെ ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം പാല് കുടിക്കുന്ന പാല് തികട്ടി വരാൻ, അല്ലെങ്കിൽ പുറത്തോട്ട് കക്കുക, തികട്ടി വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് സാധാരണമാണ്. അപ്പം അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ അത് ഡേഞ്ചറായിട്ട് എടുക്കേണ്ടതെന്നുള്ളത്, ഒന്ന്, പാല് തികട്ടി വരുന്നത് പച്ച നിറത്തിൽ, ബിലിയസ് അല്ലെങ്കിൽ പച്ച നിറത്തിൽ വരുന്നു, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ വരുന്നു, ഇത് ഡേഞ്ചർ സൈനായിട്ട് എടുക്കണം. പിന്നെ നല്ല വോളിയം, അധികം വോളിയം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വെയിറ്റ് ഗെയിനെ എഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇടവേളകളിൽ വെയിറ്റ് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ഡേഞ്ചർ സൈനായിട്ട് എടുക്കണം. കുഞ്ഞിന് വെയിറ്റ് കൂടുന്നുണ്ട്, ചെറിയ എമൗണ്ടിൽ ഓരോ തവണയും പാല് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ കക്കുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പോസിറ്റിംഗ് അല്ലെങ്കിൽ വൊമിറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നോർമലായിട്ട് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതിന് മരുന്നിൻ്റെ ആവശ്യം വരുന്നതല്ല യൂഷ്വലി. അത് നോർമലി തന്നെ ഫ്യൂ മന്ത്സ് കഴിയുമ്പോൾ കുറഞ്ഞു വന്നോളും. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് എന്നാണ് ആ കണ്ടീഷന് പറയുന്ന പേര്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.